സമയം നോക്കാതെ ഒരുമ്പിട്ടിറങ്ങി ഒരു ക്രിസ്ത്യൻ പാതിരി. കേരള നവോത്ഥാനത്തിന് തിരികൊളുത്തിയ ഏതൊരു മനുഷ്യനെയും അവന്റെ ജാതി മത ലിംഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഒരു കുടക്കീഴിൽ വിദ്യ പകരാൻ ഒരുമിച്ച് കൂട്ടിയ വ്യക്തി. സ്കൂൾ യൂണിഫോമിനും ഉച്ചക്കഞ്ഞി വിതരണത്തിനും തുടക്കം കുറിച്ച വ്യക്തി. പ്രിന്റിംഗ് പ്രസ്സിനും സ്ത്രീ ശാക്തീകരണത്തിനും ഗ്രന്ഥശാലയ്ക്കും പിടിയേരി പ്രസ്ഥാനത്തിനുമൊക്കെ ചുക്കാൻ പിടിച്ച വ്യക്തി. ഒടുക്കം ചരിത്ര താളുകളിൽ നിന്നും കീറിയെറിയപ്പെട്ട വ്യക്തി. പറഞ്ഞു വന്നത് ചാവറയച്ചനെ കുറിച്ചാണ്. പാഠം പഠിപ്പിക്കാൻ, അത് അച്ചടി രൂപത്തിലാക്കാൻ, യൂണിഫോമിലെത്തി എല്ലാവരും തുല്യരായി അത് ഗ്രഹിക്കാൻ, പഠിക്കാൻ വരാൻ ദാരിദ്ര്യം വിലങ്ങുതടിയായപ്പോൾ ഉച്ചഭക്ഷണം നൽകി അവരെ താങ്ങി നിർത്താൻ ലോവയും മടക്കിക്കുത്തി അരക്കെട്ടും മുറുക്കി കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു ക്രിസ്ത്യൻ പാതിരി ഉണ്ടായിരുന്നു. കുട്ടികൾക്കറിയാൻ വഴിയില്ല. കാരണം പാഠം പഠിപ്പിക്കാൻ മുന്നിൽ നിന്നവനെ പാഠം പഠിപ്പിക്കാൻ ഉറപ്പിച്ച് മറ്റൊരു പാഠം രചിച്ചവർ ഈ കർമ്മയോഗിയെ പാഠത്തിന് പുറത്താക്കി. 1805 ഫെബ്രുവരി 10 കുട്ടനാട്ടിലെ കൈനകരിയിൽ ജനിച്ച് 1871 വരെ 66 വർഷക്കാലം സമൂഹത്തിനും സഭയ്ക്കും നാടിനും വേണ്ടി കത്തിത്തീർന്ന വ്യക്തി. ഇന്നലെ കൈനകരിയിലെ ചാവറ ഭവനിൽ 220ാം ചാവറ ജയന്തിയും 157ാമത് ചാവരുൾ വാർഷിക ദിനാചരണവും നടന്നു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെ അനേകർ അവിടെ സന്നിഹിതരായിരുന്നു. തട്ടിൽ പിതാവ് ചാവറയച്ചനെ കുറിച്ച് പങ്കുവെച്ച ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ചിന്ത നിങ്ങളൊന്ന് പറയട്ടെ. നമ്മൾ നമ്മുടെ സ്കൂളുകളെ വിളിക്കുന്നത് പള്ളിക്കൂടമെന്നാണ്. ഒരുപക്ഷെ ഈ പേര് തന്നെ ചാവറയച്ചൻ ചാർത്തിയ ഒരു ആഭരണമാണ്. അച്ഛൻ എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു തീട്ടൂരമുണ്ട്, ഇടയലേഖനം പോലെ എഴുതിയ ഒരു തീട്ടൂരമുണ്ട്. പള്ളിക്കൊത്തൊരു പള്ളിക്കൂടമില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. പള്ളി എവിടെയുണ്ടോ അവിടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കൂടമുണ്ടാകണം. ഇന്ന് ഭാഷാന്തരം ചെയ്യാതെ ചാവറയച്ചൻ കൊടുത്ത പേര് നമ്മുടെ പള്ളിക്കൂടങ്ങൾ. ഇന്ന് നിങ്ങൾ ഡിക്ഷണറിയെ നോക്കിയാൽ ആ പേരിന് ഒരു മാറ്റവുമില്ല. പള്ളിക്കൂടങ്ങൾ, പള്ളിയുടെ അനുബന്ധമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ് വിദ്യാഭ്യാസം. ഇന്ന് സീറോ മലബാർ സഭ വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിലാണ്. 10ാം ക്ലാസ് പാസ്സാകാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയിൽ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പഠിക്കാത്തവൻ ദൈവത്തിൻ്റെ വഴിയിലല്ല എന്ന് പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തി. പിതാവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കത്തിൽ പറയുന്നൊരു വചനം എന്നെ അത്ഭുതപ്പെടുത്തി. അറിവുള്ളവനെ തിരിച്ചറിവുണ്ടാവുള്ളൂ. ഇത്ര മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണ്. അറിവുള്ളവനെ തിരിച്ചറിവുണ്ടാകുള്ളൂ. പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയ ഒരു നേതൃത്വം ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട്. ചോറ് വയ്ക്കുന്നതിന് മുമ്പ് ഒരു പിടി അരി അമ്മ വാരി മാറ്റി വയ്ക്കും. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അമ്മ ഇത് ആർക്കാ? അത് ആവശ്യമുണ്ട്. ഞാനതേക്കുറിച്ച് പിന്നീട് അന്വേഷിക്കാറില്ല. പക്ഷെ നമ്മെ പഠിപ്പിച്ച പിടിയരി, ഇത് ചാവറയച്ചൻ്റെ ഓർമ്മയാണ്. പിടിയരി, ആ വാക്കിന് എത്ര മനോഹരമായിട്ടുള്ള, അതിനൊന്നും ഇന്ന് ഒരു മലയാള ഭാഷയുടെ ആധുനികവൽക്കരണത്തിൽ ഒന്നും മാറ്റാനില്ല. നീ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം, ഒരു പിടി അരി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ നീ മാറ്റിവെക്കണം. എത്ര മനോഹരമായിട്ടുള്ള ഒരു ചിന്തയാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ സമരങ്ങളുണ്ടാകുമ്പോൾ പള്ളിയെ കല്ല് ചുമന്നും പിടിയരി വിരിച്ചും പടുത്തുയർത്തിയ പാഠശാലകൾ എന്നൊക്കെ പറയാറില്ലേ? നമ്മുടെ സ്കൂളുകളുടെ പിറകിലൊക്കെ ഒരുപാട് കണ്ണുനീര് വീണിട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ടായിട്ടുണ്ട്. ഞാനതുകൊണ്ട് പറയും, നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ചരിത്രം നമ്മുടെ നെഞ്ചിൽ ചാർത്തിയ ഒരു തീട്ടൂരത്തിൻ്റെ പേരാണ് പള്ളിക്കൂടം. നമ്മുടെ ശിരസിൽ വെച്ച ഒരു കിരീടത്തിൻ്റെ പേരാണ് പള്ളിക്കൂടം. അതെടുത്ത് മാറ്റാൻ ആർക്കും പറ്റില്ല. അച്ചടി മുദ്രയും പുസ്തക പ്രസാധനവും തുടങ്ങിയത് മാനാനത്താണ്. മാനാനം പ്രസ്സിലാണ് ആദ്യമായിട്ട് പുസ്തകങ്ങൾ അച്ചടിക്കാനുള്ള സൗകര്യങ്ങൾ ചാവറയച്ചൻ ചെയ്തത്. എത്ര ദൂരക്കാഴ്ചയുള്ള ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എത്രയോ വലുതായിരുന്നു. ഞാനും നിങ്ങളും ഇതൊന്നും ചരിത്രത്തിൽ മറക്കാതെ ഓർമ്മിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ചാവറ ഭവൻ കൈനകരി എന്ന യൂട്യൂബ് ചാനലിൽ ലൈവ് ശുശ്രൂഷകൾ എല്ലാം ലഭ്യമായിരുന്നു. തട്ടിൽ പിതാവിൻ്റെ വാക്കുകൾ പോലെ പള്ളിക്കൂടം എന്ന പേര് തീട്ടൂരമായി നിൽക്കുന്നിടത്തോളം കാലം ചരിത്രം എത്ര വളച്ചൊടിച്ചാലും ചാവറയച്ചനെ മറന്നു കളയാൻ, എടുത്തു മാറ്റാൻ
ആർക്കും സാധിക്കുകയില്ല.